ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് പുട്ടും വെള്ളക്കടലക്കറിയുമാണ്. വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ്. ഇത് രണ്ടിലും ഒരുപാട് പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണ്. അപ്പോൾ നിങ്ങളിത് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഡിന്നറായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. ഇത് ഏകദേശം 200 ml കപ്പിൽ 1 കപ്പ് കടലയുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് ഈ ഒരു കടലക്കറിയിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. എന്നിട്ട് നല്ല കൊഴുപ്പോട് കൂടിയ കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവിക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. കൂടിയ തീയിൽ 1 വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കടലയ്ക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഏകദേശം 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് സവാളയൊക്കെ ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കിയാൽ ഈ പൊടിക്കൊക്കെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് പൊടികളൊക്കെ നമ്മൾ ഏകദേശം ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. കടല വെന്തോ എന്ന് നോക്കാം. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒന്ന് അമർത്തി നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ മസാല ഓൾറെഡി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കടലയും മസാലയും കൂടി നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത അതേ പാത്രത്തിലാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആ പാത്രം കഴുകി എടുത്തിട്ടൊന്നുമില്ല, കാരണം ആ ഒരു മസാല തന്നെയാണ് നമ്മൾ ഈ ഒരു കറിയിൽ ചേർക്കുന്നത്. ആ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ വേവിക്കുന്ന കടലയിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നേരത്തെ തക്കാളി ഉള്ളിയൊന്നും വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളിനി ആ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല ആ വേവിച്ച വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ചൊന്ന് കുറുകുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 7 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചെറുതായിട്ട് മുകളിൽ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുണ്ടാക്കാനായിട്ട് 200 ml കപ്പിൽ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഇന്ന് ഈ ഒരു ഓട്സ് വറുത്തെടുക്കുന്നൊന്നുമില്ല, അല്ലാതെയാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിനി വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്സ് ഒരു പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷവും പൊടിച്ചെടുക്കാം. കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയൊക്കെ കുറച്ച് തരിതരിപ്പായിട്ടല്ലേ പൊടിച്ചെടുക്കാറ്, അതുപോലെ ഇതും കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഓട്സ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ടുണ്ടാക്കാനുള്ള ഓട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പൊടിച്ച് വെച്ച് സ്റ്റോർ ചെയ്യാം. അങ്ങനെ പൊടിക്കുമ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് മാത്രമാണ് പൊടിച്ചെടുക്കുന്നത്. 200 ml കപ്പിൽ 2 കപ്പ് ഓട്സ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 6 പീസ് പുട്ട് വരെ ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഒറ്റയടിക്ക് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ഏകദേശം 200 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം എടുത്താണ് കുഴച്ചിരിക്കുന്നത്. അതായത് 200 ml കപ്പിൽ 2 കപ്പ് ഓട്സിന് അതേ കപ്പിൽ 1/4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കുഴഞ്ഞ് ഇതുപോലെ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണുള്ളത്. ഇനി ഇത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. കൂടെ 1 ടേബിൾ സ്പൂൺ ഓട്സോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടിയോ ചേർത്തിട്ട് വേണം പൾസ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്നുകൂടി മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ കുഴച്ചാൽ ഉണ്ടാകുന്നത് പോലെ തരിതരിപ്പായി വേറിട്ട് നിൽക്കും, ഇതുപോലെ കുഴഞ്ഞു കിടക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പൾസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ബട്ടൺ തിരിക്കേണ്ടത്. റൈറ്റ് സൈഡിലോട്ട് തിരിച്ചാൽ നമ്മൾ സാധാരണ തേങ്ങയൊക്കെ അരക്കുന്ന പോലെ അരഞ്ഞു കിടക്കും ഇത്. അപ്പോൾ ഇതാ നമ്മൾ പൾസ് ചെയ്തെടുത്ത ഓട്സ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതൊട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല തരിതരിപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഈ പുട്ടൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിന്ന് ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചിരട്ടപ്പുട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഓട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടുകൊടുത്തങ്ങ് അമർത്തി പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പുട്ട് ഒട്ടും തന്നെ സോഫ്റ്റായി കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഓട്സ് പുട്ട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിൻ്റെ 1/4 ഭാഗം വരെ ഓട്സ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓട്സും തേങ്ങയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 പുട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുക്കറിലെ വെള്ളം വറ്റിയോ എന്ന് നോക്കണം. കാരണം ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റി അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതിലൂടെ ആവി പോയി തുടങ്ങിയാൽ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം വരെ നമുക്കിതുപോലെ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഓട്സ് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്.
ഈ ഒരു ഓട്സ് പുട്ടിന് നമ്മുടെ സാധാരണ പുട്ടിനേക്കാൾ നല്ലൊരു മണമാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല കൊഴുപ്പോട് കൂടിയ കടലക്കറി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓട്സ് പുട്ടും വെള്ളക്കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ചെറുപയർ കറിയേക്കാൾ ഈ ഒരു വെള്ളക്കടലക്കറി കൂട്ടി കഴിക്കുമ്പോഴാണ് ഓട്സ് പുട്ട് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.